നമുക്കിനി കൊച്ചിയിലേക്കാണ്. കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബാണ് ചേരുന്നത്. ലിഡിയ, ഗുഡ് മോർണിംഗ്. അവിടെ കുറച്ച് ദിവസമായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്, വിവാദമായിക്കൊണ്ടിരിക്കുന്നത് ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ തന്നെയാണ്. വലിയ വിമർശനം പല കോണുകളിൽ നിന്ന് ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. അതിലെന്താണ് തുടർ വാർത്തകൾ പ്രതീക്ഷിക്കുന്നത്? ഒപ്പം ഹൈക്കോടതിയിൽ നിന്നുള്ള വാർത്തകളൊക്കെ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. ഇന്ന് മധ്യ കേരളത്തിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഒന്ന് എന്ന് പറയുന്നത് ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയെ സംബന്ധിച്ച് തന്നെയാണ്. കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ വകുപ്പ് നേരിട്ട് അന്വേഷിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവ് നൽകിയിരുന്നു. അതിനെ തുടർന്ന് അതിൻ്റെ അന്വേഷണം ഇന്ന് ആരംഭിക്കുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് നേരിട്ട് അന്വേഷണം നടത്തുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് കളക്ടറേറ്റിലേക്ക് മാതാപിതാക്കളെയും ഒപ്പം സ്കൂൾ അധികൃതരെയും മാതാപിതാക്കളും സ്കൂൾ അധികൃതരും ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിനും അതുപോലെ തന്നെ തെളിവെടുപ്പിനും ഒക്കെ ആയിട്ടാണ് ഇന്ന് അവർ ഹാജരാകുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഇന്ന് അന്വേഷണം ആരംഭിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം 15-ാം തീയതിയായിരുന്നു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്നത്. അതിനെ തുടർന്ന് വിദ്യാർത്ഥി ഒരു വലിയ റാഗിങ്ങിന് ഇരയായി അതിൽ മനം തൊന്നാണ് ആത്മഹത്യ ചെയ്തത് എന്നായിരുന്നു കുടുംബത്തിന്റെ ഒരു ആരോപണം. അതിൽ കുടുംബം മുഖ്യമന്ത്രിക്കും DGPക്കും ഒക്കെ പരാതി നൽകിയതാണ്. അതിലാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം ആരംഭിക്കുന്നത്. അപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കൂത്താട്ടുകുളം നഗരസഭയിലെ ഒരു കൗൺസിൽ യോഗം ഇന്ന് ആരംഭിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു തട്ടിക്കൊണ്ടുപോകൽ നാടകവും കാര്യങ്ങളുമൊക്കെ അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ കൗൺസിൽ യോഗം ഇന്ന് നടക്കുന്നത്. അതിൽ ഇന്ന് 30 സുപ്രധാന അജണ്ടകളിൽ തീരുമാനമെടുക്കാനാണ് കൗൺസിൽ യോഗം ഇന്ന് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കലാരാജുവിൻ്റെ ഒരു നിലപാട് തന്നെയാണ്. ഇന്ന് കലാരാജു കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തട്ടിക്കൊണ്ടുപോയതിനെതിരെ കലാരാജു CPM-നെതിരെ വലിയ വിമർശനങ്ങളും അതുപോലെ തന്നെ ആരോപണങ്ങളും തന്നെയാണ് ഉന്നയിക്കുന്നത്. കൂറുമാറാനില്ല എന്ന് കലാരാജു പറയുമ്പോൾ പോലും വലിയ ആരോപണങ്ങൾ CPM-നെതിരെ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല CPM-ന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് UDF-ന്റെ ഒരു കുതിരക്കച്ചവടത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എന്നാണ് CPM-ന്റെ ഒരു നിലപാട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇന്നത്തെ ഒരു കൗൺസിൽ യോഗത്തിൽ കലാരാജുവിൻ്റെ നിലപാടും ഏറെ നിർണായകമാണ്. ഇതാണ് മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഹൈക്കോടതി വാർത്ത എന്ന് പറയുന്നത് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമസാധുത ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. നിലവിൽ ഈ ഒരു നിയമപരമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ജുഡീഷ്യൽ അധികാരം കമ്മീഷൻ ഇല്ല എന്നായിരുന്നു സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചത് കൊണ്ട് തന്നെ കമ്മീഷൻ നിലവിൽ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ നിന്നും അനുകൂല നിലപാടുണ്ടാകുന്നതുവരെ, ഒരു കേസ് തീർപ്പാക്കുന്നതുവരെ ഇത്തരത്തിൽ കമ്മീഷൻ പ്രവർത്തിക്കില്ല എന്നൊരു നിലപാടാണ് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കമ്മീഷനും എടുത്തിരുന്നത്. അതിൽ ഇന്നത്തെ ഒരു നിലപാട്, ഹൈക്കോടതിയുടെ ഒരു നിലപാടും ഒക്കെ ഏറെ നിർണായകമാണ്. അതും ഉണ്ട് ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇതൊക്കെയാണ് മധ്യ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ.